എറണാകുളം കോതമംഗലം കോട്ടപ്പടിയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം. വളർത്തുനായയെ കടിച്ചുകൊന്ന നിലയിൽ കണ്ടെത്തി. വനപാലകർ പരിശോധന ആരംഭിച്ചു. കൊറ്റായിൽ സാബുവിൻ്റെ വീട്ടിൽ ഒരു അജ്ഞാത ജീവിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അവർ വളർത്തിക്കൊണ്ടിരുന്ന ഒരു പട്ടിനെയാണ് ഈ അജ്ഞാത ജീവി കടിച്ച് കൊന്നിരിക്കുന്നത്. കഴുത്തിനാണ് മുറിവുകൾ. ലാൽകൃഷ്ണയുടെ വിവരങ്ങളുമായി ലാൽ, കോട്ടപ്പടി പലതവണയായി ദിവസേന ഈ വന്യമൃഗങ്ങൾ വന്നു പോകുന്ന വാർത്ത വരുന്നയിടമാണ്. പക്ഷേ ആളുകൾക്ക് ഭീതി ഉണ്ടാക്കുന്ന തരത്തിൽ ആക്രമണകാരിയായ മൃഗം എന്താണെന്നാണ് സംശയം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 10 കൊല്ലം മുമ്പ് വരെ നമ്മളീ പറയുന്ന കാട്ടാനയുടെ ശല്യം പോലും ഇല്ലാതിരുന്ന പ്രദേശമായിരുന്നു കോതമംഗലത്തിനടുത്തുള്ള കോട്ടപ്പടി എന്ന് പറയുന്നത്. ഇപ്പോൾ വന്യമൃഗശല്യം ഏറ്റവും കൂടുതൽ രൂക്ഷമായിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. കാട്ടാന ആക്രമണം സ്ഥിരമായി നടക്കുന്ന ഒരിടമായി മാറിയിട്ടുണ്ട്. കാട്ടുപന്നിയുടെ ആക്രമണമുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ അജ്ഞാതമായ ഏതോ ഒരു ജീവി അവിടുത്തെ വളർത്തുമൃഗങ്ങളെ അടക്കം ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയത്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് സംഭവം എന്നുള്ളതാണ് പ്രദേശവാസികളോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വീടിന് മുറ്റത്തുണ്ടായിരുന്ന നായയുടെ വലിയ കുരയാണ് ആദ്യം കേൾക്കുന്നത്. പിന്നീട് നായ ഏതോ ജീവിയെ ആക്രമിക്കുന്നതായിട്ടുള്ള ശബ്ദങ്ങൾ കേട്ടു. ആദ്യഘട്ടത്തിൽ ഇത് കാട്ടാനയാണ് എന്നുള്ള രീതിയിലാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ രാവിലെ ആ സമയത്ത് എണീറ്റ് പോയി നോക്കാനുള്ള ധൈര്യം അവിടെ ആർക്കും ഉണ്ടായിരുന്നില്ല. രാവിലെ സമയത്ത് നോക്കുമ്പോൾ വളർത്തുനായ സാധാരണ കെട്ടിയെടുത്ത് കാണുന്നില്ല. കുറച്ച് ദൂരം മാറിയിട്ടാണ് ഇതിൻ്റെ ജഡം കണ്ടെത്തുന്നത്. കഴുത്തിൽ ഏതോ ജീവി കടിച്ചു പറിച്ചതുപോലെയാണ്. പുലിയാണോ എന്നുള്ളതാണ് അവർ പ്രധാനപ്പെട്ട സംശയം. അതിന് കാരണമെന്ന് പറയുന്നത് ഈ മലയാറ്റൂർ വനമേഖലയിൽ നിന്ന് ക്രോസ് ചെയ്ത് വന്യമൃഗങ്ങൾ എത്തുന്നത് പതിവായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നിന്ന് കൂടുതൽ വന്യമൃഗങ്ങൾ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. അത് ഭക്ഷ്യയോഗ്യമായ സാധനങ്ങൾ കൂടുതൽ കിട്ടുന്നതിന് എളുപ്പമുള്ളൊരു ഇടം എന്ന രീതിയിലാണ് പ്രധാനമായിട്ടും. മാത്രമല്ല ഇവിടുന്ന് ഏകദേശം കിലോമീറ്ററുകൾ അപ്പുറമുള്ള ഭൂതത്താൻകെട്ട് വടാട്ടുപാറ ഭാഗത്ത് കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടതായി ബന്ധപ്പെട്ട വാർത്തകളും പ്രചരിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഭയം ആളുകളുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഏത് ജീവിയാണ് എന്താണ് എന്നതിനെക്കുറിച്ച് വനപാലകർ പരിശോധന നടത്തി വരികയാണ് എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ വനപാലകരുടെ ഭാഗത്ത് കിട്ടുന്നത്. പക്ഷേ ആ നാട്ടുകാരുടെ ആശങ്ക നാൾക്കുനാൾ വർദ്ധിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. കോട്ടപ്പടിയിൽ സ്വൈര്യജീവിതം സാധ്യമാകുന്ന തലത്തിൽ ഒരു വന്യജീവി സാന്നിധ്യമുണ്ട്. അവിടെയാണ് ഇപ്പോൾ ആക്രമണകാരിയായ ഒരു ജീവി എത്തുന്നതും വളർത്തുമൃഗത്തെ കൊല്ലുന്നതും. അതുകൊണ്ട് തന്നെ അവിടെയുള്ളവർക്ക് കൂടുതൽ ആശങ്കയാണ് ഈ സംഭവം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.